കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയ ഭാഗം ഒന്നും കൂടെ കേട്ട് അതിൽ കുറച്ച് വിശദീകരണവും കൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മഹാരാജാവേ, ബ്രഹ്മദേവൻ പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ ഋത്വിക്കുകളോടും മഹാരാജാവിനോടുമായിട്ട് പറയുകയാണ്, മഹാരാജാവേ, 100ാമത്തെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് അങ്ങ് വിഷമിക്കേണ്ടതില്ല. ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ വിഷമിക്കേണ്ട. എന്തുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാൽ പിന്നെ അത് വിഷമത്തിന് കാരണമായി തീരുകയില്ല. അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതായിട്ടില്ല. ദൈവാനുകൂല്യമില്ലാത്ത ഒരു കാര്യം ചെയ്തേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളുടെ മനസ്സ് കോപകലുഷിതമായി ഭവിച്ച് യുക്തിപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ ദുരന്തത്തിലേക്ക് വഴുതി വീഴുകയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാലും. ദൈവാനുകൂല്യമില്ലാത്ത ഒരു കാര്യം ചെയ്തേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളുടെ മനസ്സ്, നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരുടെയും ധാരണ അത് നമ്മൾ ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കാം. പക്ഷെ ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിമിത്തങ്ങളെ പരിശോധിച്ച് വിശകലനം ചെയ്ത് അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവാനുകൂല്യമുള്ളതാണ് പ്രവൃത്തിയെങ്കിൽ അത് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കാം. എന്നല്ല, ആയിരിക്കും. ഇപ്പം നമുക്കും മറ്റുള്ളവർക്കും, നമ്മളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ, നമുക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥതയെ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ, സന്തോഷമില്ലായ്മയെ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ, ചിന്താബാഹുല്യത്തെ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം പൂർത്തീകരിച്ചു കൊള്ളണം എന്നില്ല എന്നർത്ഥം. ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെ, വരുംവരായികകളെ വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ദൈവാനുകൂല്യമില്ലാത്ത ഒരു കാര്യം ചെയ്തേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളുടെ മനസ്സ് കോപകലുഷിതമായി ഭവിക്കും. ഇപ്പൊ ദൈവാനുകൂല്യമില്ലാത്തൊരു കാര്യം, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ആ തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ആ തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫലം തനിക്കും തൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഗുണകരമായിരിക്കുമോ എന്ന് പരിശോധിക്കണം. ഇതൊന്നും പരിശോധിക്കാതെ താൻ ഏറ്റെടുത്തു എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വിഘ്നങ്ങൾ മനസ്സിൽ കോപത്തെ ജനിപ്പിക്കും. നമ്മളൊരു കാര്യം ഏറ്റെടുത്തത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ അത് നടപ്പിലാക്കാൻ തടസ്സങ്ങൾ അനവധി വരാൻ തുടങ്ങിയാൽ അത് നമ്മളിൽ കോപം ജനിപ്പിക്കും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കോപകലുഷിതമായി ഭവിച്ചു കഴിഞ്ഞാൽ, മനസ്സ് കോപകലുഷിതമായി ഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനസ്സ് കോപകലുഷിതമായി ഭവിച്ചാൽ യുക്തിപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ വരും. അപ്പൊ റാഷണൽ അല്ലാതെ പ്രവർത്തിക്കും. വിചാരത്തിലൂടെ അല്ലാതെ വികാരത്തിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. വിചാരത്തിലൂടെ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇടയ്ക്ക് വെച്ച് വിചാരം നഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, ഉണർത്തുന്ന വികാരം വിചാരത്തെ തീർത്തും ഇല്ലാതെയാക്കും. കോപകലുഷിതമായി ഭവിച്ച് യുക്തിപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ വരും. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? കഴിയാതെ ദുരന്തത്തിലേക്ക് വഴുതി വീഴും. അങ്ങനെയാണ് പലപ്പോഴും ഒരു പ്രവൃത്തി തുടങ്ങി ആൾക്കാർ ദുരന്തത്തിൽ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുമുതൽ നമ്മൾ ശ്രദ്ധയോടുകൂടി അവധാനതയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ.
ആ പ്രവൃത്തി നമ്മൾ നടത്തുന്നത് കൊണ്ട് ഗുണമുണ്ടോ? ഗുണമുണ്ട് എന്ന് തുടക്കത്തിൽ തോന്നി, അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന നിമിത്തങ്ങൾ, ഫലങ്ങൾ അനുകൂലമല്ലെങ്കിൽ അതിനെ പുനഃപരിശോധിക്കണം. അങ്ങനെ പുനഃപരിശോധിക്കാതെ തടസ്സങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പം നമ്മുടെ മനസ്സിൽ കോപമുണ്ടാകും. കോപകലുഷിതമായ മനസ്സ് വിചാരത്തിനും യുക്തിപൂർവം ചിന്തിക്കാൻ മനസ്സ് യുക്തിപൂർവമുള്ള ചിന്തയെ ഇല്ലാതെയാക്കും. യുക്തിപൂർവമുള്ള ചിന്ത കൂടാതെ പ്രവർത്തിച്ചാൽ, വികാര തള്ളിച്ചയിൽ പ്രവർത്തിച്ചാൽ പലപ്പോഴും ദുരന്തമുണ്ടാകും. അപ്പൊ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം തുടക്കം മുതൽ, ചിന്ത ഉദ്ഭവിക്കുന്ന നിമിഷം മുതൽ അത് പ്രവർത്തിച്ച് ഫലവത്താകുന്ന നിമിഷം വരെ വീണ്ടും വിചാരത്തോടുകൂടി വേണം നടത്താൻ. അതായത് വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ കാര്യവും ചെയ്യാൻ. അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി ആരംഭിക്കുന്ന കാര്യം മനസ്സിൽ കോപത്തെ ജനിപ്പിച്ച്, കോപം എങ്ങനെയുണ്ടാവുക? തടസ്സം ഉണ്ടാകുമ്പോൾ. ആ കോപം ഉണ്ടായാൽ എന്താ പ്രശ്നം? യുക്തിപൂർവം ചിന്തിക്കാൻ പറ്റാതെ വരും. യുക്തിപൂർവം ചിന്തിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഇറാഷണൽ ആകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് അങ്ങ് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും, ഈ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാൽ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ പുറത്തു നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങള്, തൻ്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങള്, താൻ ചെയ്യുന്ന പ്രവൃത്തി, ഇതിനെക്കുറിച്ചെല്ലാം അവധാനതയോടുകൂടി വേണം ചെയ്യാൻ. വളരെ അവെയറായിട്ട് വേണം പ്രവർത്തിക്കാൻ. നമുക്ക് പൊതുവെ ഈ അവയർനെസ് എവിടുന്നും പഠിപ്പിച്ചു തരുന്നതല്ല. നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസങ്ങളിലൊന്നും നമ്മൾ ഈ അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്യാൻ, ഈ അവയർനെസ് ദൃഢമാക്കാൻ പഠിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മറ്റ് സ്കില്ലുകളൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ അനിവാര്യമായ ഒരു സ്കില്ലാണ്, ജീവിത വിജയത്തിന് അനിവാര്യമായ സ്കില്ലാണ് അവയർനെസ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി അനാദര യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതാർക്കും ചെയ്യാവുന്നതാണ്. പതുക്കെ പതുക്കെ തുടങ്ങണം. കുറച്ച് കുറച്ച് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ആദ്യം തന്നെ മണിക്കൂറുകൾ ഒഴിവുണ്ടല്ലോ എന്ന് വിചാരിച്ച് മണിക്കൂറുകളൊന്നും ചെയ്യരുത്. കുറേശ്ശെ കുറേശ്ശെ മുന്നോട്ട് പോകണം. ശനൈ ശനൈ കൈലാസ പദദർശനം. പതുക്കെ പതുക്കെ വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ എന്ത് പറ്റും? ഈ അവയർനെസ് ദൃഢമാകും. ഈ അവയർനെസ് ദൃഢമാകുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. എന്നാലും ശ്രദ്ധ വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. മനസ്സ് വികാരങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. യുക്തിപൂർവം ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ക്രമേണ ക്രമേണ നമുക്ക് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാൻ, കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയും. തുടരുകയാണ് ബ്രഹ്മാവ്. മുമുക്ഷുവായ അങ്ങേക്ക് ഈ അശ്വമേധയാഗം കൊണ്ട് പ്രയോജനം ഒന്നും തന്നെ ഇല്ലല്ലോ. മുമുക്ഷുക്കൾക്ക്, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്, പരമമായ പദത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാഹ്യമായ പ്രവർത്തികൾ ഒന്നും കൊണ്ട് കാര്യമില്ല. ബാഹ്യമായ പ്രവർത്തികളൊക്കെ ഒരു പക്ഷെ തുടക്കത്തിൽ ആവശ്യമായേക്കാം. അതുകൊണ്ടാണ് ഈ പ്രബുദ്ധ ഭാഷണം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് നടത്തുന്നത് 99ാമത്തെ അശ്വമേധയാഗം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പും ചെയ്യാമായിരുന്നു. അതിനു മുമ്പ് അത് ചെയ്തില്ല. കാരണം പ്രവൃത്തി ചിലപ്പോൾ ചിലർക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ ശ്രദ്ധയെ ഒന്ന് സമാഹരിക്കുവാൻ ബാഹ്യമായ പ്രവൃത്തി പലപ്പോഴും സഹായിക്കും. അതുകൊണ്ട് അത് മുഴുവനും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെങ്കിലും അതല്ല വളരെ പ്രധാനപ്പെട്ടത്. അപ്പം ആധ്യാത്മികമായിട്ട് മുന്നേറുമ്പം ഒരു പക്ഷെ നമ്മൾ തുടക്കത്തിൽ പൂജകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ ജീവിതകാലം മുഴുവനും പൂജ ചെയ്ത് നിൽക്കേണ്ടതായിട്ടില്ല.
പൂജയിലൂടെ പതുക്കെ മനസ്സിനെ സമാഹരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബഹിർമുഖമായ സാധനയെ ഉപേക്ഷിച്ച് അന്തർമുഖത്വം കൈവരിക്കാൻ സാധിക്കണം. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന ലളിതാ സഹസ്രനാമ നാമങ്ങൾ ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പൊ ഈ ബഹിർമുഖത്വം അന്തർമുഖത്വത്തിലേക്ക് നയിക്കണം. മുമുക്ഷുക്കൾക്ക് ശരിക്കും ബാഹ്യമായിട്ടുള്ള ഒരു ആചരണങ്ങളും ആവശ്യമായിട്ടുള്ളതല്ല. വേഷം കെട്ടലുകളുടെ ആവശ്യമില്ല. വസ്ത്രങ്ങളുടെ നിറങ്ങൾ മാറേണ്ടതായിട്ടില്ല. പ്രവൃത്തി ഇടങ്ങൾ മാറേണ്ടതായിട്ടില്ല. വസ്ത്രങ്ങളുടെ നിറം മാറിയാൽ കൂടുതൽ ആധ്യാത്മികതയുണ്ടാകുമെന്ന ധാരണ പാടേ അബദ്ധമായ ഒരു ധാരണയാണ്. പ്രവൃത്തിയിടങ്ങൾ മാറിയാൽ, ഈ ശ്രമത്തിൽ നിന്ന് ആ ശ്രമത്തിലേക്ക് മാറിയാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും എന്നുള്ളതും വെറുതെ ചിന്തിക്കുന്നതാണ്. ഈ ശ്രമത്തിൽപ്പെട്ടവരും ആ ശ്രമത്തിൽപ്പെട്ടവരും എല്ലാവരും നമ്മൾ നിഷ്പക്ഷമായി നിരീക്ഷിച്ചാൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊരിടവും തേടി പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചു മറ്റൊരു നിറത്തിലുള്ള വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു പേര് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇട്ട് തന്നിരിക്കുന്ന പേര് നമ്മൾ വേണമെന്ന് വെച്ച് നമുക്ക് കിട്ടിയതല്ല, നമ്മളിലേക്ക് എത്തിച്ചേർന്നതാണ്. ഈശ്വര ആനുകൂല്യത്തോടുകൂടി നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പേരുപേക്ഷിച്ച് മറ്റൊരു പേര് സ്വീകരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് ഒരു പക്ഷെ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാൻ നമുക്ക് സാധിച്ചേക്കാം. അങ്ങനെ ഭ്രമിപ്പിക്കുന്നതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് നിങ്ങൾക്ക് സഹായിച്ചേക്കാം. അതല്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരമമായ പദത്തെയാണ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതൊന്നും തന്നെ ആവശ്യമില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഏതാണോ ആ പ്രവൃത്തിയിലൂടെ തന്നെ പതുക്കെ അന്തർമുഖത്വം കൈവരിക്കാൻ സാധിക്കും. ആ അന്തർമുഖത്വം പരമമായ പദത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും. അതുകൊണ്ട് മുമുക്ഷുവായ അങ്ങേക്ക് ഈ അശ്വമേധയാഗം കൊണ്ട് പ്രയോജനം ഒന്നും തന്നെ ഇല്ലല്ലോ. അശ്വമേധയാഗം വളരെ യാഗങ്ങളുടെ ശ്രേണിയിൽ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു യാഗമാണ്. ചക്രവർത്തികൾക്ക് മാത്രം നടത്താൻ സാധിക്കുന്ന യാഗമാണ്. അപ്പോൾ ഉയർന്ന ക്ലിഷ്ടമായ ക്രിയാകലാപങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. തന്നെയുമല്ല, ഈ യാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് മൂലം പല ആപത്തുക്കളും ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഈ യാഗം നിർത്തുക. രജോഗുണ പ്രധാനികളായ ദേവന്മാർ വളരെയധികം മഹത്വാകാംക്ഷയുള്ളവരാണ്. അങ്ങും അതുപോലെ പെരുമാറിയാൽ ഇനിയും അസംഖ്യം പാഖണ്ഡന്മാരെ സൃഷ്ടിച്ചു വിടും. അവർ മൂലം ധർമ്മത്തിന് നാശം സംഭവിക്കും. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈശ്വരോന്മുഖമായ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുകയില്ല. ഈശ്വരോന്മുഖമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും തനിക്കും മറ്റുള്ളവർക്കും കുഴപ്പകരമായിട്ടുള്ളത് സംഭവിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വ്യാസഭഗവാൻ എടുത്തു പറയുന്നത്. പുഷ്പദളങ്ങൾ വിരിച്ചിട്ടുള്ള ഒരു വഴിയിലൂടെയുള്ള യാത്രയല്ല ഇത്. ഇതിലൂടെ ഓരോ അടി വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഈശ്വരോന്മുഖരായിട്ടാണ് ചരിക്കുന്നത് എങ്കിലും അപകടങ്ങളും ആപത്തുക്കളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കഴിയണം. നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണ് എങ്കിൽ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുവാനുമല്ല നാം ഈശ്വരോന്മുഖരായി ചരിക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട ഉപദേശങ്ങൾ പലരിൽ നിന്നും കിട്ടും. ഇവിടെ ഏതുപോലെയാണോ ബ്രഹ്മദേവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രത്യക്ഷപ്പെട്ട് വേണ്ട ഉപദേശം കൊടുത്തത്, അതുപോലെ ഈശ്വരോന്മുഖരായിട്ട് ആത്മാർത്ഥമായി ചരിക്കുന്നവർക്ക് ഉപദേശങ്ങൾ കിട്ടും. പക്ഷെ അത് ശ്രവിക്കുവാനും ഉൾക്കൊള്ളുവാനും നടപ്പിലാക്കുവാനും സാധിക്കണം. അങ്ങനെ ആർക്കാ സാധിക്കുക?
ഭ്രമമില്ലാതെ, ഭ്രമിപ്പിക്കാൻ താല്പര്യമില്ലാതെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർക്കാണ് അത് ശ്രവിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുക. അല്ലാത്തവരെന്ത് ചെയ്യും? അല്ലാത്തവര് തന്നെയും മറ്റുള്ളവരെയും പടുകുഴിയിൽ കൊണ്ടുപോയി പെടുത്തും. ഈശ്വരോന്മുഖരായിട്ടല്ലേ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾ പൂജയല്ലേ ചെയ്യുന്നത്, ഞങ്ങൾ നാമമല്ലേ ജപിക്കുന്നത്, ഞങ്ങൾ മഹാമന്ത്രങ്ങളല്ലേ ഉരുക്കഴിക്കുന്നത്? അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ മഹാമന്ത്രങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഫലത്തെ ജനിപ്പിക്കാം. ആസുരികമായ മനസ്സോടുകൂടിയാണ് അത് ജപിക്കുന്നതെങ്കിൽ ആസുരികമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക. ദൈവീകമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ടാണ്, ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മഹാമന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ദൈവീകമായിട്ടുള്ള ഫലമാണ് ലഭിക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ അന്തരംഗത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, ഈ യാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് മൂലം പല ആപത്തുക്കളും ഉണ്ടാവുകയും ചെയ്യും. അങ്ങേക്കൊരു പക്ഷെ ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി മഹാസൗഭാഗ്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ ഈ യാഗം ഉണർത്തുന്ന പരിണത ഫലങ്ങൾ മറ്റുള്ളവർക്ക് കാലാകാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുള്ള കാര്യങ്ങൾ തനിക്ക് ശ്രേയസ്കരമാണെങ്കിലും ത്യജിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തനിക്ക് ശ്രേയസ്കരമാണെങ്കിലും ത്യജിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ അതാ പറയണത്, ഈ യാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് മൂലം പല ആപത്തുക്കളും ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഈ യാഗം നിർത്തുക തുടങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. രജോ ഗുണപ്രധാനികളായ ദേവന്മാർ വളരെയധികം മഹത്വാകാംക്ഷയുള്ളവരാണ്. താൻ കേമനാണ് എന്ന് ചിന്തിക്കുന്നവരും താൻ തങ്ങൾ കേമരാണ് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരും രജോ ഗുണ പ്രധാനികളാണ്. അങ്ങനെയുള്ളവരാണ് അവര് പ്രധാനികളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി പ്രവർത്തികൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് മഹത്വാകാംക്ഷികൾ, മഹത്വം ആഗ്രഹിക്കുന്നവര്. മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടണം, മറ്റുള്ളവരുടെ ഇടയിൽ ശ്രേഷ്ഠനായിരിക്കണം, മറ്റുള്ളവരുടെ ഇടയിൽ കേമത്വം ഉണ്ടാകണം എന്നെല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ രജോ ഗുണപ്രധാനികളാണ്. അവരുടെ പ്രവൃത്തി അവർക്കും ചുറ്റുപാടുകളിലുമുള്ളവർക്കും ശ്രേയസ്കരം ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഈ ദേവന്മാര് രജോ ഗുണപ്രധാനികളാണ്. അവർ വളരെയധികം മഹത്വാകാംക്ഷയുള്ളവരാണ്. അവരുടെ സ്റ്റേറ്റസ്, അവരുടെ പൊസിഷൻ, അവരുടെ സ്ഥാനം, അവരുടെ പേര് അതൊക്കെ സംരക്ഷിക്കുവാൻ തൽപരരാണ്. അങ്ങും അതുപോലെ പെരുമാറിയാൽ ഇനിയും അസംഖ്യം പാങ്കട്ടന്മാരെ സൃഷ്ടിച്ചു വിടും. അങ്ങും അതുപോലെ തന്നെയാണ് പരിശ്രമിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ പരിശ്രമം ഇനിയും ഒരുപാട് പാഖണ്ഡന്മാരെ സൃഷ്ടിക്കും. മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങളെ ജനിപ്പിക്കും എന്നർത്ഥം. അവർ മൂലം ധർമ്മത്തിന് നാശം സംഭവിക്കും. ധർമ്മരക്ഷണത്തിനാണ് എന്ന് പറഞ്ഞ് സ്വയം ഭ്രമിച്ച് മറ്റുള്ളവരെയും ഭ്രമിപ്പിക്കുന്നവർ വാസ്തവത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവർ ധർമ്മത്തിന് നാശം സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യ ഭ്രമം കൊണ്ടാണോ എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. വേറൊരാളെ അത് ബോധിപ്പിക്കണമെന്നില്ല. പക്ഷെ അവരവർക്കത് ബോധ്യമുണ്ടാകണം. അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കണം. ഇന്നത്തെ പല ആധ്യാത്മിക വഴിയിലൂടെ സഞ്ചരിക്കുന്നവരും പലപ്പോഴും ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം സഞ്ചരിക്കുന്നവരാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരേതെങ്കിലും ഒരു ജ്യോത്സ്യനെ പോയി കാണും. ആ ജ്യോത്സ്യയുടെയും ഇപ്പൊ ആണും പെണ്ണും ജ്യോത്സ്യന്മാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ജ്യോത്സ്യൻ എന്ന് പറയുമ്പം അതിൽ ജ്യോത്സ്യ
എന്ന ആളെ കൂടി ഉൾപ്പെടുത്തണം. അസ്ട്രോളജർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു അസ്ട്രോളജറെ പോയി കാണും. ആ അസ്ട്രോളജർ ഏതെങ്കിലുമൊക്കെ ദേവതയെ ഉപാസിക്കാൻ പറയും. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഏതെങ്കിലുമൊക്കെ ദേവതയെ ഉപാസിക്കുന്നവരെല്ലാം സ്വയം ആധ്യാത്മികരാണ് എന്നാണ് അവർ ധരിക്കുന്നത്. ആ ധാരണ അവരെ ചുറ്റുപാടുകളിലേക്കും പടർത്തുകയും ചെയ്യും. അതൊരു ഭ്രമം ആണ്. ആ ദേവതയുടെ ആരാധനം കൊണ്ട് പ്രതിസന്ധിയെ മറികടക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെ സാധിക്കാത്ത അനവധി സന്ദർഭങ്ങളും നമുക്ക് പരിചിതമാണ്. അപ്പൊ അതൊരു ഭ്രമത്തിൻ്റെ താൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ തൻ്റെ ഉപാസ്യ ദേവത പരിഹരിക്കും എന്ന ഒരു ഭ്രമത്തിൽ ആണ് പലപ്പോഴും പലരും ആധ്യാത്മിക സപര്യ തുടങ്ങുന്നത്. ആന്തരികമായ ഒരു ഉൾവിളിയുടെ പശ്ചാത്തലത്തിലല്ല. അപ്പം സ്വയം ഭ്രമിച്ചും മറ്റുള്ളവരെ ഭ്രമിപ്പിച്ചും മുന്നോട്ട് പോകുമ്പോൾ അത് ഈശ്വരനാമത്തിലാണെങ്കിലും ധർമ്മ വിനാശമായിരിക്കും ഭവിക്കുക. ഇത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മാത്രം പിടികിട്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേട്ടാൽ മാത്രമേ ഇതിൻ്റെ അകപ്പൊരുള് നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് അവഗണിക്കുവാനും തള്ളിക്കളയുവാനുമാണ് ചിലപ്പോൾ തോന്നുക. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെന്നില്ല ഈ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒന്ന് മാറ്റിവെച്ച് ഇതിനെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലേക്ക് കടക്കാൻ അനുവദിക്കുക. ഇത് ചിന്തയ്ക്ക് വിധേയമാക്കുക. എന്നിട്ട് വേണമെങ്കിൽ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. പക്ഷപാതപരമായ ചിന്തയ്ക്ക് വിധേയമാക്കാതെ ഇതിനെ മനസ്സിലേക്ക് സ്വീകരിച്ച് ഇതിനെ ചിന്തയ്ക്ക് വിധേയമാക്കുക. അപ്പോഴാണ് നമുക്കിത് അതിൻ്റെ പൊരുള് വെളിപ്പെടുത്തി തരിക.